ചില കാര്യങ്ങളിൽ സർക്കാർ PV അൻവർ സ്റ്റൈൽ ഒരു മാതൃകയാക്കി എടുക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ നാട്ടിൽ ഒരു സംവിധാനത്തെ അട്ടിമറിക്കാൻ നിരന്തരം ഉദ്യോഗസ്ഥ, മാധ്യമ, രാഷ്ട്രീയ മാഫിയകളുടെ ഒരു നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഈ സർക്കാരിനെ ഇകഴ്ത്താൻ, ഈ സർക്കാർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ സംഘടിതമായിട്ടുള്ള വ്യാജ വാർത്തകൾ ഗൂഢാലോചനയിലൂടെ സൃഷ്ടിച്ച് പുറത്തേക്ക് വിടുന്നുണ്ട് പല ആവർത്തിയായി. പക്ഷേ അതിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ അപകടമുണ്ട്. ഈ പച്ച നുണകൾ പകൽ വെളിച്ചത്തിൽ സമൂഹത്തിൻ്റെ മുന്നിൽ കാട്ടുതീ പോലെ മാധ്യമങ്ങൾ വെണ്ടയ്ക്ക നിരത്തി അഥവാ ബ്രേക്കിംഗ് കൊടുത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് വൈകുന്നേരമാകുമ്പോൾ ഇരുട്ട് മുറിയിൽ വന്നിട്ട് അവരുടെ വിശകലനം എന്നുള്ള നിലയ്ക്ക് അതിനെ തെറ്റാണെന്ന് പറഞ്ഞ് അവർ നിഷ്പക്ഷരായി മാറുകയും ചെയ്യുന്നുണ്ട്. രാവിലെ ഇതേ കാര്യത്തിന് നേതൃത്വം കൊടുത്തവർ വൈകിട്ട് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങളത് മാറ്റി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ശരിയായിരുന്നില്ല എന്ന് പറയുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അവരുടെ പ്രൈം ടൈമിൽ ഇതേ കാര്യം യാതൊരു അടിസ്ഥാനമോ അതിനെക്കുറിച്ചുള്ള അറിവില്ലാതെയോ അവർ തന്നെ വേറൊരു വേഷത്തിൽ വന്നിരുന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ വിളിച്ചു കൂവിക്കഴിഞ്ഞു. അത് കേട്ടവർ ലക്ഷങ്ങളാണ്. പിന്നീട് ഇവർ തിരുത്തുമ്പോൾ അതിൻ്റെ പകുതിയോളം ആൾക്കാർ പോലും അത് അറിയുന്നില്ല. പലരും അതിനെ കേട്ട മാത്രയിൽ തന്നെ മൗത്ത് പബ്ലിസിറ്റിയായി പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് പരസ്പരം സംസാരിച്ച് ആ കള്ളം ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കും. ഇതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള മാധ്യമങ്ങളും ഉദ്യോഗസ്ഥരും ഈ വാർത്താ ഗൂഢാലോചന നടത്തി പുറത്തേക്ക് വിടുമ്പോൾ അത് പ്രത്യേക രാഷ്ട്രീയ ഗുണമുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം അത് പുറത്തേക്ക് വന്നുടനെ തന്നെ സംഘപരിവാറിൻ്റെ പല കേന്ദ്രങ്ങളിൽ നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ അവരുടെ പല വ്യാജ ഐഡികളിലൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് വിവാദം എന്നുള്ള നിലയ്ക്ക് ഇത് പുറത്തേക്ക് വരുമ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും. ആ തെറ്റിദ്ധാരണ അവരുടെ ഉള്ളിൽ നിന്ന് മാറണമെന്നില്ല. അവിടെയാണ് നേരത്തെ പറഞ്ഞത് PV അൻവർ സ്റ്റൈൽ എടുത്തേ മതിയാകുള്ളൂ. ചിലരുടെയൊക്കെ തലയിലൂടെ കക്കൂസ് മാലിന്യം ഒഴിച്ചാലേ മതിയാകുള്ളൂ. അത് ഏത് മാധ്യമ സ്ഥാപനമായിരുന്നാലും ശരി, ഏത് സംഘപരിവാർ ഉദ്യോഗസ്ഥനായിരുന്നാലും ശരി, അത് തെരഞ്ഞു പിടിച്ച് അവരെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുചെന്നെത്തിച്ച് അവർ ചെയ്യുന്ന ഈ വിടുപണിയെ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കുറേയേറെ ആൾക്കാർ ഇന്നും ഈ ചാനലുകളെ വിശ്വസിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് മനസ്സിലാക്കി വേണം സർക്കാർ സംവിധാനങ്ങളിലെയും പാർട്ടി സംവിധാനങ്ങളിലെയും ബന്ധപ്പെട്ട ചിലർ പ്രവർത്തിക്കേണ്ടതും. അങ്ങനെ പറയേണ്ടി വരുന്നത് ജനം ഇതിനെതിരെ രംഗത്ത് വരണമെന്ന് പറയുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ ആര് എന്നുള്ളതാണ്. ജനത്തിന് അങ്ങനെ യാതൊരു ഉത്തരവാദിത്വവുമില്ല. ആ ഒരു വിഷയം പുറത്തേക്ക് വരുമ്പോൾ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ സംവിധാനത്തിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് അതിനെ ഏത് രീതിയിലാണോ ഇങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യാൻ വരുന്നത് അതേ രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യേണ്ടതുണ്ട്. അത് മാധ്യമ സ്ഥാപനങ്ങളാണെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ തന്നെ അമർച്ച ചെയ്യേണ്ടതുണ്ട്. എന്ത് തോന്നിവാസവും എന്ത് തെമ്മാടിത്തവും വാർത്ത എന്ന പേരിൽ പടച്ചുവിടുക, അത് രാവിലെ മുതൽ കച്ചവടം ചെയ്ത് പൈസയാക്കിയതിന് ശേഷം വൈകിട്ട് തിരുത്തി പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ ബാലൻസ് ചെയ്ത് അതിനെയും കച്ചവടമാക്കുക. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തനം. നിലപാടല്ല, ഒരു വിഷയത്തിൽ നിലപാട് പറയേണ്ടത് അത് പുറത്തു വന്ന ഉടനെയാണ്. അല്ലാതെ രാവിലെ മുതൽ അത് വെച്ച് ആഘോഷിച്ച് അത് വെച്ച് അലക്കി അവർക്ക് കൊയ്യേണ്ടത് മുഴുവൻ കൊയ്തെടുത്തതിന് ശേഷം വൈകിട്ട് തിരുത്തി പറയുന്ന മറ്റേ ഊളത്തര പരിപാടി ഉണ്ടല്ലോ, അത് വച്ച് അവസാനിപ്പിക്കാൻ ചില PV അൻവർ മാതൃകകൾ സ്വീകരിച്ചേ മതിയാകൂ. പേര് പറഞ്ഞു തന്നെ, അല്ലെങ്കിൽ തെമ്മാടിത്തം ചെയ്ത ചാനലിൻ്റെ പേര് പൊതുസമൂഹത്തിനോട് ചർച്ചയാക്കി തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ അതിനെ പ്രതിരോധിക്കേണ്ടത്. അല്ലാതെ മൗനം കൊണ്ടിത് അവസാനിക്കുമെന്ന് ആരും കരുതരുത്. കാര്യം മൗനത്തെപ്പോലും ഇതിലൊന്നും ഉത്തരവില്ല, അത് മുക്കിയത് കൊണ്ടാണ് സംസാരിക്കാത്തത് എന്ന രീതിയിലൊക്കെ നിഷ്കളങ്കരായ മനുഷ്യരുടെ മുന്നിലേക്ക് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, നേതൃത്വത്തിൽ ഇരിക്കുന്നവർ അത് വ്യക്തിപരമായിട്ടുള്ള പേരുകളല്ല, പക്ഷേ നിങ്ങളുടെ ചിന്താഗതിയല്ല ഈ നാടിൻ്റെ ചിന്താഗതി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം അല്പബുദ്ധികളായിട്ടുള്ള അല്പം ചിന്താശേഷിയായിട്ടുള്ള മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം ചെറിയ കാര്യങ്ങൾ അവരുടെ മുന്നിലേക്ക് വരുമ്പോൾ ഓ അത് ശരി എന്ന രീതിയിൽ അവർ ചിന്തിച്ച് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ജനം ആഴത്തിൽ ചിന്തിക്കുന്നവരാണ് എന്ന തെറ്റിദ്ധാരണ നേതൃത്വത്തിലുള്ള കുറച്ച് പേർക്കെങ്കിലുമുണ്ട്. അങ്ങനെയല്ല, പ്രതിരോധിക്കേണ്ടത് ധാർഷ്ട്യം കൊണ്ടാണെങ്കിൽ ധാർഷ്ട്യം കൊണ്ട്, ധിക്കാരമാണെന്ന് പറയുന്നെങ്കിൽ ധിക്കാരി തന്നെ, ആ രീതിയിൽ തന്നെ നേരിട്ടാൽ മാത്രമേ ഈ സംഘപരിവാർ നെറ്റ്വർക്ക് ലോബിയെ ഈ സമൂഹത്തിനുള്ളിൽ അമർച്ച ചെയ്യാൻ കഴിയൂ, പ്രതിരോധിക്കാൻ കഴിയൂ. അതിൽ വിട്ടുവീഴ്ച ചെയ്താൽ അത് ഈ സർക്കാർ സംവിധാനത്തെ അട്ടിമറിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ കൈകെട്ടി നിൽക്കുന്ന അവസ്ഥയാണെന്ന് പറയേണ്ടി വരികയാണ്.